ഹലോ ഡിയേഴ്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന നല്ല ടേസ്റ്റി ആൻഡ് ഹെൽത്തി ആയിട്ടുള്ള വെജിറ്റബിൾ പലാവാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ പലാവിന് ആവശ്യമായിട്ടുള്ള വെജിറ്റബിൾസ് എന്താണെന്ന് വെച്ചാൽ കുറച്ച് ഉള്ളി, പിന്നെ തക്കാളി, ഉരുളക്കിഴങ്ങ്, ക്യാരറ്റ്, ഗ്രീൻ പീസ്. ഇതിൻ്റെ കൂടെ വേണമെങ്കിൽ നമുക്ക് ബീൻസൊക്കെ ആഡ് ചെയ്യാം കേട്ടോ. എൻ്റെ കയ്യിൽ ബീൻസ് ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ആഡ് ചെയ്തത്. അപ്പോൾ ഇത്രയും വെജിറ്റബിൾസ് ഞാനിത് നന്നായിട്ട് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മെയിനായിട്ട് വേണ്ട ഇതിൻ്റെ മസാല എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, അതിൻ്റെ കൂടെ നമ്മുടെ പുതിനയിലയും മല്ലിയിലയും ഇതൊക്കെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സിയിലിട്ട് അടിച്ചെടുക്കണം കേട്ടോ. ഇതുപോലെ പേസ്റ്റാക്കി എടുക്കണം കേട്ടോ. തരിതരികളൊന്നും ഇല്ലാതെ നല്ല പേസ്റ്റാക്കി എടുക്കണം കേട്ടോ. അപ്പോൾ ഇതാണ് ഈ ഒരു പലാവിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു മസാല ഉണ്ടാക്കുന്ന സമയത്ത് പുതിനയിലേക്കാളും കുറച്ച് കൂടുതലായിരിക്കണം കേട്ടോ മല്ലിയില എടുക്കേണ്ടത്. അല്ലെങ്കിൽ പുതിനയുടെ ഫ്ലേവർ കുറച്ച് മുന്നിട്ട് നിൽക്കും. അപ്പോൾ അതിനേക്കാളും കുറച്ച് കൂടുതൽ നമ്മൾ മല്ലിയില എടുക്കേണ്ടി വരും. അപ്പോൾ ഞാനിത് കുക്കറിലാണ് കേട്ടോ പലാവ് ഉണ്ടാക്കുന്നത്. അതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മുടെ സ്പൈസസ് ഒക്കെ ചേർത്ത് കൊടുക്കുക. ഗ്രാമ്പൂ, പട്ട, ഏലക്കായ്, ബേ ലീഫ് അങ്ങനെയുള്ള സ്പൈസസ് ഒക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് കസൂരി മീത്തിയും കൂടി ചേർത്ത് കൊടുക്കുക. അതായത് നമ്മുടെ ഉലുവയുടെ ഇലയും കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. അത് ചേർക്കുന്ന സമയത്ത് നമ്മുടെ പലാവിന് പ്രത്യേക ഫ്ലേവർ കിട്ടുള്ളൂ. അതിനുശേഷം നമ്മൾ അതിലേക്ക് കുറച്ച് ഉള്ളിയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഉള്ളി ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് അപ്പം തന്നെ തക്കാളി ആഡ് ചെയ്യാം കേട്ടോ. ഇനി നമ്മൾ തക്കാളി ഉള്ളിയും കൂടി നന്നായിട്ടൊന്ന് നല്ല മസാല പോലെ വഴറ്റിയെടുക്കുക കേട്ടോ. തക്കാളിയുടെ ആ പച്ചമണമൊക്കെ നന്നായിട്ടൊന്ന് മാറി വരണം. തക്കാളി നന്നായിട്ട് ഉടഞ്ഞു വരുമല്ലോ, ആ ഒരു പരിവാകുന്നവരെ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുക്കുക. അതിന് ശേഷമാണ് നമ്മൾ അതിലേക്ക് നമ്മുടെ മസാലകൾക്ക് ആഡ് ചെയ്യുന്നത്. ഞാനിപ്പോൾ കുറച്ച് ഗരം മസാല, പിന്നെ മല്ലിപ്പൊടി, അത് രണ്ടും കൂടി ഫസ്റ്റ് ഒന്ന് നന്നായിട്ട് ചൂടാക്കുക കേട്ടോ. ആ മല്ലിപ്പൊടിയുടെയും അതുപോലെ തന്നെ ഗരം മസാലയുടെയൊക്കെ ആ പച്ചമണം ഒന്ന് മാറി വരണം. അപ്പോൾ അതുവരെ നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കുക. അതിന് ശേഷമാണ് ബാക്കിയുള്ള പൊടികളൊക്കെ ആഡ് ചെയ്യുന്നത്. അതായത് പിന്നെ നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്നത് കുറച്ച് മുളക് പൊടി ആഡ് ചെയ്യുന്നുണ്ട്. മുളക് പൊടി നമ്മൾ എരിവിനനുസരിച്ച് ചേർത്താൽ മതി കേട്ടോ. ഒരുപാട് ചേർക്കണ്ട. നമ്മൾ ഓൾറെഡി പച്ചമുളക് അരച്ചതാണ്. അപ്പോൾ ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടി, പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് ഈ മസാലയ്ക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ നമ്മൾ കുറച്ച് കുരുമുളക് അധികം ആവരുത് കേട്ടോ. അതിൻ്റെ ഫ്ലേവർ മുന്നിട്ട് നിൽക്കും. അപ്പോൾ കുറച്ച് കുരുമുളക് പൊടിയും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ പൊടികളൊക്കെ ചേർത്തിട്ട് ആ പൊടികളുടെ പച്ചമണമൊക്കെ മാറിയതിന് ശേഷം മാത്രമേ നമ്മൾ നേരത്തെ അരച്ചു വെച്ചിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, പുതിനയില, മല്ലിയില ഇതിൻ്റെ ആ ഒരു പേസ്റ്റ് ചേർക്കാൻ പാടുള്ളൂ കേട്ടോ. നമ്മൾ ആ പൊടികളുടെ പച്ചമണം മാറിയതിന് ശേഷമാണ് ആ ഒരു പേസ്റ്റ് ഇതിലേക്ക് ചേർക്കുന്നത്. അതിനുശേഷം നന്നായിട്ട് ആ മസാലയായിട്ട് ഒന്ന് മിക്സ് ചെയ്യുക കേട്ടോ. എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് തിളക്കാൻ വെക്കുക കേട്ടോ. കുറച്ച് ആ ഒരു ജാറിൽ ജസ്റ്റ് ഒരു 1/4 കപ്പ് വെള്ളം കൂടി മിക്സ് ചെയ്ത് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ച് കുറുക്കിയെടുക്കുക. അതിൻ്റെ മുകളിൽ ആ ഒരു ഓയിൽ ഒന്ന് തെളിഞ്ഞ് വരണം കേട്ടോ. അതുവരെ ഒന്നത് തിളപ്പിക്കുക. അപ്പോൾ ഇത് നമ്മുടെ മസാലയൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ മുറിച്ച് വെച്ചിരിക്കുന്ന കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കുക. അതായത് ഞാനിപ്പോൾ ഉരുളക്കിഴങ്ങ്, അതുപോലെ തന്നെ ക്യാരറ്റ്, ഗ്രീൻ പീസ്, ഇത്രയാണ് എൻ്റെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള വെജിറ്റബിൾസ്. അപ്പോൾ ഞാൻ അതാണ് ചേർത്ത് കൊടുക്കുക. നിങ്ങളുടെ കയ്യിൽ ബീൻസൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ വെജിറ്റബിൾസൊക്കെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ആ ഒരു മസാലയായിട്ട് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. വെജിറ്റബിൾസിൽ മസാല നന്നായിട്ട് പിടിക്കണം. അതിന് ശേഷം നമുക്കിതിലേക്ക് നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന റൈസ് ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ സോനാ മസൂരി റൈസാണ് കേട്ടോ ഉപയോഗിക്കുന്നത്. ഇതിന് പകരം നമുക്ക് വേണമെങ്കിൽ നമ്മുടെ ബസുമതി റൈസൊക്കെ ഉപയോഗിക്കാം കേട്ടോ. മെയിനായിട്ട് ഈ 2 റൈസാണ് നമ്മൾ പലാവ് ഉണ്ടാക്കുമ്പോൾ കുറച്ചും കൂടി സ്യൂട്ടബിളായിട്ട് തോന്നുന്നത്. അപ്പോൾ ആ ഒരു റൈസ് ചേർത്ത് കൊടുത്തതിന് ശേഷം അതിൻ്റെ എത്രത്തോളം നമ്മൾ റൈസ് എടുക്കുന്നു അതിൻ്റെ ഇരട്ടി നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ ഒരു 1/4 കപ്പ് കുറച്ചധികം ചേർത്ത് കൊടുക്കുക കേട്ടോ. കാരണം നമുക്കിത് കുറച്ച് നല്ലോണം വേവിച്ചെടുക്കണം. നമ്മളിപ്പോൾ സ്കൂളിലേക്കൊക്കെ ലഞ്ചിന് കൊടുത്തു വിടുന്ന സമയത്ത് രാവിലെ ഉണ്ടാക്കിയിട്ട് ഉച്ചയാകുമ്പോഴേക്കും അത് കുറച്ചൊന്ന് ഡ്രൈ ആയി പോകും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കുറച്ചധികം വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ നോർമലി 3 വിസിലടിച്ച് വേവിക്കുന്നതിന് പകരം ഒരു 4 5 വിസിലടിച്ച് വേവിച്ചെടുക്കുക. അതായത് കുറച്ച് കുഴഞ്ഞ പരുവത്തിൽ തന്നെ വേവിച്ചെടുക്കുക കേട്ടോ. കാരണം അത് തണിയുന്ന സമയത്ത് ഒന്നും കൂടി ഡ്രൈ ആയിട്ട് വരും. അപ്പോൾ നമ്മൾ കുറച്ചധികം വേവിച്ച് വെച്ചാൽ മാത്രമേ നമ്മൾ കഴിക്കുന്ന സമയത്ത് കറക്റ്റ് പാകത്ത് നമുക്ക് കഴിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് കുറച്ചധികം വെള്ളം ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ അതിനുശേഷം ഞാനിപ്പോൾ ഒരു കുക്കറിലേക്ക് ഏകദേശം 4-5 വിസിലടിച്ചിട്ടാണ് ഇത് വേവിച്ചെടുക്കുന്നത്. കുറച്ച് കുഴഞ്ഞ് വന്നാലും കുഴപ്പമില്ല. തണിയുന്ന സമയത്ത് നന്നായിട്ട് ഡ്രൈ ആയിട്ട് വരും. അപ്പോൾ ഇത് നമ്മുടെ പലാവ് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ വെജിറ്റബിൾസിലും റൈസിലൊക്കെ മസാലയൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. കറക്റ്റ് പാകത്തിന് വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു വെജിറ്റബിൾ പലാവാണ് കേട്ടോ നമ്മൾ ഇന്ന് ഉണ്ടാക്കിയത്. ഇതിൻ്റെ കൂടെ എക്സ്ട്രാ കറിയുടെ ഒന്നും ആവശ്യമില്ല. നമുക്ക് ജസ്റ്റ് ഒരു സാലഡിൻ്റെ കൂടെ കഴിക്കാവുന്നതാണ്. കുട്ടികൾക്കൊക്കെ ലഞ്ച് ബോക്സിനൊക്കെ കൊടുത്തു വിടാൻ പറ്റുന്ന നല്ല അടിപൊളി ആയിട്ടാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും നമ്മുടെ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പുതിയ വീഡിയോസിനായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്